ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ യൂട്യൂബിലെ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്ന് സാറ്റർഡേ നമ്മൾ പൊതുവേ വീട്ടിലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പം ഞാൻ ഓർത്തുന്നൊരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഞാനും ഹേസലും റെഡി ആയിട്ടിരിക്കുകയാണ്. ഹേസലാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് വെളിയിലൊക്കെ പോകാനായിട്ട്. അപ്പം അവളും ഇങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് ഒരു വഴക്കില്ല. കാരണം നല്ല ഉടുപ്പൊക്കെ ഇട്ട് പോകുന്നതെന്ന് മനസ്സിലാവും. അപ്പം നമ്മളോട് ഭയങ്കര കോപ്പറേറ്റീവാണ്. ഒരു പ്രശ്നമില്ല, വഴക്കുമില്ല, ഒന്നുമില്ല. അത് എന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പോകുന്നവരെ ഇങ്ങനെ ഒരുങ്ങിയിട്ട്. അവളുടെ അപ്പ വന്നിട്ട് കുളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ബാക്കി കാണിക്കാൻ പൊക്കി. അപ്പം അക്ഷമയായിട്ടാണെന്ന് തോന്നുന്നു, ക്ഷമ കെട്ടിട്ടായിരിക്കും ഹേസൽ ഉടുപ്പൊക്കെ വലിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇതെന്താണ് മോനെ, ഇതെന്താ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യരുത്. ഇട്ടേ, ഉടുപ്പിട്ടേ. അമ്മയുടെ പൊന്നെന്തിനാ ഉടുപ്പ് വലിച്ചു കീറിയേ? ഞങ്ങൾ വീഡിയോ ഓഫ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഇവൾ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ കണ്ടത്. അപ്പം ഞാൻ ഓർത്തു വന്നാൽ പിന്നെ നമുക്ക് ഓക്കെ. ഉടുപ്പെന്നെ ഊരിക്കളഞ്ഞേ. ഇതെന്തിനാ ഉടുപ്പൂരിയേ? ഉടുപ്പിട്ടേ. അപ്പം ഉടുപ്പിടാൻ പറഞ്ഞപ്പോൾ ഉടുപ്പിടുവാണ്. രണ്ടു ഊരിയോ? പറഞ്ഞത് അതുപോലെ അനുസരിച്ചൊരു കുഞ്ഞ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വെള്ളയാംകുടി കട്ടപ്പന റോഡിലുള്ള ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ടിലേക്കാണ് നമ്മൾ വന്നത്. നമ്മൾ സാധാരണ എല്ലാ സാറ്റർഡേയ്സിലും ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മളിവിടെ സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് അകത്തേക്ക് കയറി. നമ്മൾ അവിടെ അകത്ത് കയറിയിട്ട് ആദ്യം പോയത് മിൽക്കിൻ്റെയൊക്കെ സെക്ഷനിലേക്കാണ്. നമ്മൾ സ്ഥിരമായിട്ട് അവിടുന്ന് മിൽമയുടെ ലോങ് ലൈഫ് എന്ന് പറഞ്ഞ മിൽക്കാണ് മേടിക്കുന്നത്. അതാകുമ്പം എക്സ്പയറി ഡേറ്റ് തീരുന്ന വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ട, വെളിയിൽ വെച്ച് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോൾ വൺസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഓരോ സാധനമൊക്കെ നോക്കി എടുക്കുന്ന സമയത്ത് ഹേസൽ ആകെ വഴക്കായിരുന്നു. അവൾ കാലൊക്കെ തന്നെത്താനെ മണ്ടേ വെച്ചിരുന്ന് കരയാണ്. പിന്നെ നമ്മൾ അവളെ നിർബന്ധം പിടിച്ചിട്ട് താഴെ ഇറക്കി വിട്ടു. അന്നേരവും ഓരോ സാധനം പോയി എടുക്കുന്നു, വലിക്കുന്നു. പിന്നെ നമ്മൾ എടുത്ത സാധനം തന്നെ അവൾ അതിനകത്തുനിന്ന് വലിച്ചെടുക്കാൻ നോക്കുകയായിരുന്നു. പിന്നെ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അവളെ എടുത്തുകൊണ്ട് പോയി. സ്ഥിരമായിട്ട് ആ കുട്ടി അവളെ എടുക്കുന്ന, അതുകൊണ്ട് നമ്മളും അങ്ങ് വിട്ടു. എന്നിട്ട് ഞാനും ജിത്തും കൂടെ ഓരോ സാധനമൊക്കെ നോക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനമെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാനും ഹേസലും കൂടെ വെളിയിൽ വന്ന് നിന്നു. ജിത്തു ബില്ല് ചെയ്യുന്ന സമയത്ത് ഇല്ലാതെ ഒരു രക്ഷയില്ല. അതിനകത്ത് നിൽക്കുമ്പോൾ ഓരോ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുക. വെളിയിൽ വന്നിട്ടും അത് തന്നെയായിരുന്നു. ഇങ്ങനെ ഓരോന്ന് പോയി എടുക്കുകയും വലിക്കുകയും ഒക്കെ ആയിരുന്നു. അടങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയില്ല. പിന്നെ ജിത്തു ബില്ല് ചെയ്തപ്പോൾ ആദ്യം ഒരു 2 ചോക്ലേറ്റ് അങ്ങ് ബില്ല് ചെയ്തെടുത്തു. അതെൻ്റെ കയ്യിൽ തന്നിട്ട് ഇതേ പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനതങ്ങ് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഹൈ റേഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കട്ടപ്പനയിലേക്കാണ് പോയത്. കട്ടപ്പന ഇവാ ബേക്കറിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഹേസലിനുള്ള സ്നാക്സൊക്കെ അവിടെ നിന്നാണ് മേടിക്കുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോയി. അതിനകത്ത് കയറി ചെന്നപ്പോൾ ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാനും ഹേസലും കൂടെ തന്നെയാണ് അതിനകത്തേക്ക് കയറിയത്. അപ്പം സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരുമ്പം ഹേസൽ തന്നെ അപ്പാടെ വണ്ടിയൊക്കെ കണ്ടുപിടിച്ച് അതിനകത്തേക്ക് പോയി കയറുകയാണ്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വെള്ളയാംകുടി നിർത്തിയിട്ട് ഞാനും ഹേസലും കാറിൽ തന്നെ ഇരുന്നു. അപ്പം ജിത്ത് പോയിട്ട് നമുക്ക് വൈകിട്ടത്തേക്കുള്ള ഫുഡ് മേടിക്കാൻ പോയതാണ്. അപ്പം ഹേസൽ ജിത്ത് പോയ ടൈമിൽ അവിടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് സ്റ്റിയറിങ്ങിലേക്കൊക്കെ പിടിച്ച് തിരിച്ചപ്പം ഞാൻ ഏതാണ്ടൊക്കെ വഴക്ക് പറഞ്ഞു. അതിനാണ് എന്നോട് പിണങ്ങിയിട്ട് അപ്പ വന്നപ്പോഴേ അവൾ അപ്പാടെ മേത്തേക്ക് പോയി കയറിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നോട് മിണ്ടിയല്ല, എന്നോട് കെറിവിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം ഇപ്പം കാണിക്കാം വീട്. ഇതാ നമ്മളെ വീട്. നമ്മുടെ സ്വന്തം വീടല്ല, നമ്മൾ റെൻറ്റിന് താമസിക്കുന്നതാണ് ഇവിടെ. നമുക്ക് വീട്ടിൽ പോകാം. ഹെയ്സ വടക്കാണോ? പിണങ്ങിയോ അമ്മയോട്? പിണങ്ങിയോടാ? ഹെയ്സ എന്നാടി വീഡിയോ ഓൺ ചെയ്തപ്പോൾ കരയുണ്ടേ?
ഇത്ര നേരം കാർക്കോണ്ടിരുന്നോളല്ലേടി നീ? ഇത് കണ്ടോ കാണിക്കുന്നത്? കേറ് നീ. വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ ഞങ്ങൾ വാങ്ങിക്കൊണ്ട് വന്ന സാധനമൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. ജിത്തു മേടിച്ചുകൊണ്ട് വന്നത് പൊറോട്ടയും കടലക്കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനും ജിത്തുവും കഴിച്ചു. ഹേസലിനും ഫുഡൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം TV കണ്ടിരുന്നു. സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പം ജുവൽസ് എന്ന് പറഞ്ഞ് കട്ടപ്പന ഒരു കടയുണ്ട്. അവിടെ നിന്ന് ഞാൻ കോഫി കുടിക്കും. അവിടെ മാത്രമേ എനിക്ക് മെഷീൻ കോഫി കിട്ടുകയുള്ളൂ. അപ്പം എനിക്ക് മെഷീൻ കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഇന്ന് ആ കട അടച്ചിട്ടേക്കുമായതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല പൊറോട്ടയും കൂടെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിച്ചു. അപ്പം ഞാൻ ഓർത്തു ഒരു നാരങ്ങ വെള്ളം കലക്കി കുടിക്കാമെന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങയൊക്കെ എടുത്ത് നാരങ്ങ വെള്ളം കലക്കാമെന്ന് വെച്ചു. പിന്നെ ഹൈ റേഞ്ചിൽ പോയപ്പോൾ ഇന്ന് ഞങ്ങൾ മുന്തിരിങ്ങ മേടിച്ചായിരുന്നു. ഹേസലിന് എല്ലാ സൺഡേസിലും എന്തെങ്കിലും ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കും. അപ്പോൾ ഇന്ന് ഗ്രേപ്പാണ് മേടിച്ചത്. അതുകൊണ്ട് ഗ്രേപ്പ് ഞാൻ ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി എടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അത് കഴിഞ്ഞ് നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഗ്രേപ്പും കഴുകി വെച്ചിട്ട് ബാക്കി പാത്രമൊക്കെ ഉള്ളതെല്ലാം കഴുകി വെച്ചിട്ട് ഞാൻ കിടക്കാൻ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, പാത്രം എല്ലാം കഴുകി വെച്ചു, കിച്ചൺ സ്ലാബൊക്കെ തുടച്ചിട്ടു. ഇനി നമ്മൾ കിടക്കാൻ പോവാണ്. കേട്ടോ, നമ്മുടെ സ്ലാബ് വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യം കഴിയും. അപ്പോൾ നമ്മളെല്ലാം കഴുകി പെറുക്കി എല്ലാം എടുത്ത് വെച്ചു. ഇനി നമുക്ക് കിടക്കാം. ഹേസൽ ബാപ്പു വേണോ? ബാപ്പു കുടിക്കാൻ വേണ്ടി നേരെ കയറി കിടന്നിട്ടുണ്ട്. അമ്മ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ? അപ്പം നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്.